നമ്മളിവിടെ വിവിധ സംഘടനകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. നമുക്കറിയാം, ഏറ്റവും മുൻനിരയിൽ തന്നെ എന്ന് പറയാം, എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാണ് ഈ ഉരുൾപൊട്ടലിൽ നമുക്കൊപ്പം നിന്നത് അല്ലേ. എവിടെ നിന്നൊക്കെയോ എല്ലാവരും സ്വമേധയാ വരുന്നു. അവരെല്ലാവരും തന്നെ രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്ത് ഇറങ്ങുന്നു. ഭയമുള്ളവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് പകച്ചു നിൽക്കുന്നവരുണ്ടാവും. പക്ഷെ എല്ലാവരും കൈമേയ് മറന്നങ്ങ് ഇറങ്ങുമായിരുന്നു ഹാഷ്മി. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അവരെ ഒന്ന് ആദരിക്കണം അല്ലേ. ഒരുപാട് പേരുണ്ട്, പക്ഷെ ചിലരെയൊക്കെ നമ്മൾ അല്ലാതെ എന്താ പറയാ, ഈ വയനാട്ടുകാരെ മുഴുവനും നമ്മൾ ആദരിക്കുകയാണ് ഇപ്പോൾ അല്ലേ. അപ്പൊ സ്നേഹമുണ്ട്. നമുക്കപ്പോൾ ഓരോരുത്തരായിട്ട് ഞാൻ വിളിക്കാം. റെഡ് ക്രോസ് ഇന്ത്യ വയനാട് ജില്ല, അദ്ദേഹത്തെ അവരുടെ പ്രതിനിധിയായിട്ട് ബേബി ടി പോത്തൻ ചെയർമാനാണ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരുമോ? ശ്രീ ബേബി ടി പോത്തൻ അദ്ദേഹമാണല്ലേ. നിങ്ങൾ ടീമായിട്ടാണ് വന്നിട്ടില്ലെങ്കിൽ എല്ലാവരും കൂടെ വന്നോളൂ സ്റ്റേജിലേക്ക് കേട്ടോ. ഒരു സന്തോഷല്ലേ നമുക്ക്. എല്ലാവരും ഒരു വലിയ കയ്യടി കൊടുക്കുക. ഇത്രയും ദിവസം നമുക്ക് വേണ്ടി പ്രയത്നിച്ച പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് ഇപ്പം ഈ വേദിയിൽ ആദരം ഏറ്റുവാങ്ങുന്നത്. അപ്പം എല്ലാവർക്കും വേണ്ടി വലിയൊരു കയ്യടി. ഇപ്പോൾ വേദിയിലുള്ളത് റെഡ് ക്രോസ് ഇന്ത്യ വയനാട് ജില്ല ബേബി ടി പോത്തനാണ്, അദ്ദേഹമാണ് ചെയർമാൻ. ആ ടീം എല്ലാവരും നമുക്കൊപ്പം ഉണ്ട്. വളരെ പെട്ടെന്ന് കേട്ടോ, നമ്മളുടെ സമയം വളരെ കുറവാണ്. റെഡ് ക്രോസ് വയനാട് ജില്ലാ കമ്മിറ്റിയാണ്, അവരുടെ ടീം അംഗങ്ങളാണ് ഇപ്പോ വേദിയിലുള്ളത്. ഇബ്രാഹിമാണ്. അവർക്കൊരു നല്ല കയ്യടി കൊടുക്കാം അല്ലേ. രണ്ട് വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളെ ഈ അംഗീകാരം 24-ൻ്റെ ഈ അംഗീകാരം വയനാട് ജില്ലയിലെ മുഴുവൻ റെഡ് ക്രോസ് പ്രവർത്തകർക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ സന്നദ്ധ സേവനം നടത്തിയ മുഴുവൻ ആളുകൾക്കും സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ 24-ൻ്റെ വയനാടിനോടുള്ള ഈ കരുതലും സന്നദ്ധ സേവകരോടുള്ള ഈ അംഗീകാരത്തിന് ഞങ്ങൾ എന്നും കൃതജ്ഞതയുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനിയിപ്പോ നമ്മള് അടുത്തത് താങ്ക് യു IAG കോർഡിനേഷൻ കമ്മിറ്റി വയനാടിന് ഫാദർ ഡേവിഡ് പ്ലീസ്. ഫാദർ പ്ലീസ് ഒരു നല്ല കയ്യടി. എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് ഈ വയനാടിനെ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾക്ക് ധൈര്യം പകർന്നത് അല്ലേ. ഫാദറിനെ നമ്മൾ നേരത്തെ വന്നപ്പോൾ തന്നെ കണ്ടിരുന്ന ഒരു ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഫാദർ നിൽക്കുന്നത്. താങ്ക് യു ഫാദർ. ഹാഷ്മി. താങ്ക് യു. ഇനി അടുത്തത് ചൂരൽമലയില് ജീപ്പില് വന്നിട്ട് അല്ലെ, ജീപ്പിൽ വന്നു അവര്. അതായത് ചൂരൽമലയിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം നേതൃത്വം നൽകിയ ജീപ്പ് ഡ്രൈവർമാരാണ്. അപ്പം അവർക്കുള്ള ആദരവാണ് ഇനി. അവരെ പ്രതിനിധീകരിച്ചുള്ള ആളുകളൊക്കെ വേദിയിലേക്ക് വരിക. പെട്ടെന്ന് ഇത്തിരി ഫാസ്റ്റ് ആക്കോ, വേഗം. താങ്ക് യു. നിങ്ങളൊന്ന് കൈയടിച്ചു കൊടുത്താൽ അവർക്കൊരു സന്തോഷമാണല്ലേ. നമുക്ക് എന്ത് നഷ്ടപ്പെടാനാ കൈയടിക്കുമ്പോ. താങ്ക് യു. SKSSF വിഖായ ഫൈസൽ മുട്ടിലാണ് വന്നിട്ടുള്ളത്. ഫൈസൽ മുട്ടിൽ, SKSSF വിഖായ. നമുക്കറിയാം, ഈ ഒരു ദുരന്തം നടന്ന ഘട്ടത്തിൽ SKSSFന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ രക്ഷാപ്രവർത്തനത്തെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ വിവിധ ഇടങ്ങളിൽ പോകുന്ന ഘട്ടത്തിൽ പലയിടങ്ങളിൽ നമുക്ക് അവരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം SKSF വരുന്നുണ്ട്, ഒരു വേദിയിലേക്ക് വരുന്നുണ്ട്. SKSSF വിഖായ ടീമാണ് ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വരുന്നത്. SKSSF. ഇനി അടുത്തത് യൂത്ത് കെയർ വയനാട് ജില്ല ഗൗതമാണ് വന്നിട്ടുള്ളത്. ഗൗതം, യൂത്ത് കെയർ വയനാട് ജില്ല. അവരും പുറകിൽ വന്നോളൂ, അല്ലെങ്കിൽ പിന്നെ സമയം വെറുതെ കളയണ്ടല്ലോ. താങ്ക് യു ഹാഷ്മി. വേദിയിലുള്ളത് SKSSF വിഖായ. അടുത്തത് യൂത്ത് കെയർ വയനാട് ജില്ലയാണ്. താങ്ക് യു. വയനാട് ജില്ല ഗൗതമും ടീമുമാണ് വന്നിട്ടുള്ളത് അല്ലേ.
അടുത്തത് യൂത്ത് വെൽക്കം യൂത്ത് കെയർ വയനാട് ജില്ല. താങ്ക് യു. വയനാട്ടുകാരാണ്, വയനാട്ടുകാർക്ക് അഭിമാനിക്കാം ഇത്തരമൊരു ആദരിക്കുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ. ഹാഷ്മി താജ് ഇബ്രാഹിം. താങ്ക് യു. താങ്ക് യു ഓൾ. അടുത്തത് AIYF വയനാട് ജില്ലാ സെക്രട്ടറി നിഖിൽ. നിഖിൽ ആൻഡ് ടീം. AIYF ടീം അംഗങ്ങളാണ് അടുത്തതായിട്ട് വേദിയിലേക്ക് വരുന്നത്. നിഖിൽ അല്ലേ? നിഖിലിന്റെ കൂടെയാണ് ടീം എല്ലാവരും വന്നിട്ടുള്ളത്. താങ്ക് യു ഹാഷ്മി. ഇനി അടുത്തത് സേവാഭാരതി ഉണ്ണികൃഷ്ണൻ. അവരും വന്നോളൂ കേട്ടോ. പറയേ ഇപ്പം വേദിയിലുള്ളത് AIYFന്റെ ടീം അംഗങ്ങളാണ്. നമുക്ക് ഇതിൽ പല മുഖങ്ങളെയും നമുക്ക് കണ്ടുപരിചയമുണ്ട് ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഘട്ടത്തിൽ. താങ്ക് യു. അടുത്തത് സേവാഭാരതി ഉണ്ണികൃഷ്ണൻ. സേവാഭാരതി ടീം അംഗങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ ഉണ്ടെങ്കിൽ ദയവായി അവർ മുന്നോട്ട് വരണം. സേവാഭാരതി ടീം അംഗങ്ങൾ. ഉണ്ണികൃഷ്ണന്റെ പേരാണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അവർ ആരെങ്കിലും ഉണ്ടോ? സേവാഭാരതി. താങ്ക് യു. താങ്ക് യു. SDPI കുഞ്ഞു മുഹമ്മദ്. സേവാഭാരതി ആരും എത്തിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ SDPI കുഞ്ഞു മുഹമ്മദ് ഉണ്ട്. അടുത്തതായിട്ട് SDPIന്റെ പ്രവർത്തകരുണ്ടോ അവിടെ? സേവാഭാരതി ഉണ്ടെങ്കിലും വരണം. അല്ലെങ്കിൽ ഇനി അടുത്തത് വിളിച്ചാലോ എന്നാ? ആരാ? SDPI. നമ്മള് പല ഇടങ്ങളിൽ ഈ യൂണിഫോം കണ്ടിട്ടുണ്ടായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ. താങ്ക് യു. എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നു എന്നുള്ളതാ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ? ഒരു രാഷ്ട്രീയ ഭേദങ്ങളും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നു ഈ സമയത്ത്. പല മുഖങ്ങളും നമുക്ക് പരിചയമുള്ള മുഖങ്ങളാണ്. കാരണം നമ്മൾ കഴിഞ്ഞ 18-20 ദിവസം തുടർച്ചയായി കണ്ട മുഖങ്ങളാണ്. പൾസ് എമർജൻസി അഹമ്മദ് ബഷീർ പൾസ് എമർജൻസി. യെസ്, ഒരു വലിയ കയ്യടി കൊടുക്കുക. വേഗം ഓടി വാ. നമുക്ക് ഒരുപാട് പേര് ഇനിയും വരാനുണ്ട്. പൾസ് എമർജൻസി ആണ് ഇപ്പൊ വരുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം അവർക്ക് ഒരു മൊമെന്റോ കൊടുക്കും. അനിമൽ റെസ്ക്യൂ ടീം ഉണ്ട്. അതിൽ പ്രവീൺ. ഇത് കഴിഞ്ഞതിന് ശേഷം സേവാഭാരതി അല്ലേ? ഉണ്ണികൃഷ്ണൻ. താങ്ക് യു. അപ്പൊ അത് അടുത്തത് പൾസ് എമർജൻസി. പൾസിന് ശേഷം ആനിമൽ സെക്യൂരിറ്റി ടീമാണ്. റെസ്ക്യൂ. താങ്ക് യു ആണോ? താങ്ക് യു. അടുത്തത് അനിമൽ റെസ്ക്യൂ ടീം പ്രവീൺ ആൻഡ് ടീം. താങ്ക് യു. നിങ്ങൾ കുറെ പേരുണ്ട് അല്ലേ? ഒരു വലിയ കയ്യടി കൊടുക്കാം നമുക്ക് അവർക്ക്. താങ്ക് യു. അടുത്തതായിട്ട് ആനിമൽ റെസ്ക്യൂ ടീം. പ്രവീൺ വന്നിട്ടുണ്ടോ? മിസ്റ്റർ പ്രവീൺ. അനിമൽ റെസ്ക്യൂ ടീം കുറച്ച് ഫ്രണ്ട്. അടുത്തത് JCB ഹിറ്റാച്ചി ടീം നൗഷാദ്. ഒന്ന് വേഗം വരുമോ? JCB ഹിറ്റാച്ചി ടീം. വരാത്തവരുടെ പേര്. JCB ഹിറ്റാച്ചി ടീം നൗഷാദിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ്. ആ ടീമില്ലെങ്കിൽ ചൂരൽമലയിലെ കാരുണ്യ സംഘടന. JCB ഹിറ്റാച്ചി ടീം ഇല്ല, ഇവിടെ വന്നിട്ടില്ലേ? കാരുണ്യ ചൂരൽമല ബാബു. വിളിച്ചാലോ? SYS സാന്ത്വനം അബ്ദുൾ ലത്തീഫ്. SYS സാന്ത്വനം അബ്ദുൾ ലത്തീഫ് വരുമ്പോ ഒന്ന് പറഞ്ഞാ മതി. കാരുണ്യ അല്ലെ? SYS സാന്ത്വനം അബ്ദുൾ ലത്തീഫ്. ഹിറ്റാച്ചി ടീം അംഗങ്ങൾ വന്നിട്ടുണ്ട്. ഇവർ വൈറ്റ് ഗാർഡ് ഹിറ്റാച്ചി ടീം അംഗങ്ങളാണ്. SYS വന്നായിരുന്നു. SYS ടീം തയ്യാറാണ്. ഓക്കെ, താങ്ക് യു. SYS ടീം അംഗങ്ങൾ ഒരു വലിയ കയ്യടി കൊടുക്കാം. JCB ഹിറ്റാച്ചി ടീം അല്ലേ? വന്നില്ലേ ഇപ്പൊ അവര്? അവിടെ വന്നില്ല. SYS സാന്ത്വനം അബ്ദുൾ ലത്തീഫ്. SYS സാന്ത്വനം അവരാണ് അല്ലേ? ഒന്ന് വേഗം കയറി വരുമോ? ചടപടേന്ന്. ഇനി അടുത്തത് പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ്.
ജെയിംസ് സാറാണ്, PP ജെയിംസ്. ഇപ്പോൾ വേദിയിലുള്ളത് SYS സ്വാന്തനം ടീമാണ്. അബ്ദുൾ ലത്തീഫും സംഘവുമാണ് ഇപ്പോൾ വേദിയിലുള്ളത്. അടുത്തതായിട്ട് പുൽപ്പള്ളി ഓഫ് റൈഡേഴ്സ് ആണ്. ഓഫ് റോഡേഴ്സ് പ്രസിഡന്റ് സിജി. ഓഫ് റോഡേഴ്സ് പ്രസിഡന്റ് സിജി. പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് ഉണ്ടോ? സിജി പ്രസിഡന്റ്. പെട്ടെന്ന് വരുമോ? നമ്മുടെ സമയം കുറച്ചേ ഉള്ളൂ, കുറേ പേർക്ക് കൊടുക്കാനുണ്ട്. ഓഫ് റോഡേഴ്സ് ആണോ? ജെയിംസ് സാർ ആൻഡ് ഹാഷ്മി. നമുക്ക് പുറത്തിറങ്ങിയിട്ട് എടുക്കാം ദയവേത്, സമയം കുറവായതുകൊണ്ടാ. പുൽപ്പള്ളി ഓഫ് റോഡേഴ്സ് പ്രസിഡന്റ് സിജി. അടുത്തത് DYFI യൂത്ത് ബ്രിഗേഡ് മേപ്പാടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അർജുൻ. DYFI ടീമുണ്ടോ? DYFI യൂത്ത് ബ്രിഗേഡ് മേപ്പാടി ബ്ലോക്ക് കമ്മിറ്റി ഉണ്ടോ? യൂത്ത് ബ്രിഗേഡ്. DYFI പ്രവർത്തകർ. യൂത്ത് ബ്രിഗേഡ് അല്ലേ? താങ്ക് യു. ഇനി NSS വോളണ്ടിയേഴ്സ് ഉണ്ടോ? NSS വോളണ്ടിയേഴ്സ്. NSSന്റെ ആരെങ്കിലും ഉണ്ടോ വോളണ്ടിയേഴ്സിലെ? വരൂ പ്ലീസ്. അടുത്തത് പ്രസ് ക്ലബ്. NSS വോളണ്ടിയേഴ്സ്. പ്രസ് ക്ലബിന്ന് ആരെങ്കിലും ഉണ്ടോ? പ്രസ് ക്ലബിന്റെ ടീം വേഗം വരുമോ? ആരാ ഇത്? NSS വോളണ്ടിയേഴ്സ് ആണോ? അല്ല, സോറി. ആരാ? പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഉണ്ടോ? ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി. പ്രസ് ക്ലബ് ആണോ വരുന്നേ? NSS. അല്ല. NSS ആണോ? വെരി ഗുഡ്. NSSന്റെ ടീമാണ് വോളണ്ടിയേഴ്സ്. താങ്ക് യു. അടുത്തത് പ്രസ് ക്ലബ് ടീമാംഗങ്ങളുണ്ടോ? പ്രസ് ക്ലബ് എന്നുള്ളവരുണ്ട്. താങ്ക് യു ജെയിംസ് സാർ. താങ്ക് യു ഹാഷ്മി. താങ്ക് യു. അങ്ങോട്ട് പോവാമോ? നിങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങാമോ? പ്രസ് ക്ലബ് വന്നു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി. പ്രസ് ക്ലബ് വന്നായിരുന്നല്ലോ അല്ലെ? വരൂ പ്ലീസ്, പെട്ടെന്ന് വരുമോ? ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയാണ്. അവർ ഓഡിറ്റോറിയത്തിലുണ്ടോ? ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി. പ്രസ് ക്ലബിന്റെ ഏതാ? പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആണല്ലേ? അടുത്തതാ. താങ്ക് യു. പ്രസ് ക്ലബിന്റെ ആള് വന്നല്ല. അടുത്തത് പ്രസ് ക്ലബ്. താങ്ക് യു ഹാഷ്മി. താങ്ക് യു ജെയിംസ്. പ്രസ് ക്ലബിന്റെ ആള് വന്നിട്ടുണ്ട്. ഒന്ന് അങ്ങോട്ട് അതിലിറങ്ങാമോ? പ്ലീസ്. പ്രസ് ക്ലബ്. നമുക്ക് സമയം കുറവായതുകൊണ്ടാണ്. പ്രസ് ക്ലബ് ഇതാണോ? NSS വോളണ്ടിയേഴ്സ് അല്ലേ? പെയിൻ ആൻഡ് പാലിയേറ്റീവ്. താങ്ക് യു. അടുത്തത് പ്രസ് ക്ലബിന്റെ പ്രതിനിധിയാണോ വന്നിട്ടുള്ളത്? പേരെന്താ? ജിതിൻ. അങ്ങോട്ട് അതിലിറങ്ങോ? ജിതിൻ. പ്രസ് ക്ലബിന്റെ ലൈഫ് കെയർ അമ്പലവയൽ. ആരെങ്കിലും ഉണ്ടോ? ലൈഫ് കെയർ അമ്പലവയൽ. അത് വിപിനാണോ? ലൈഫ് കെയർ ആണോ വരുന്നത്? പെട്ടെന്ന് വരുമോ? IRW കേരള. IRW ആണോ ഇപ്പൊ വന്നേ? IRW. താങ്ക് യു. അങ്ങോട്ടേക്ക് ഇറങ്ങാമോ പ്ലീസ്? IRW വന്നിട്ടുണ്ട്. വരൂ. താങ്ക് യു. IRW കേരള. താങ്ക് യു. വെൽഫെയർ ടീം. താങ്ക് യു. വെൽഫെയർ ടീം ഇല്ല. അടുത്തത് ചാമ്പ്യൻസ് ക്ലബ് റിപ്പൺ.
റിപ്പണ്ണാണോ? ചാമ്പ്യൻസ് ക്ലബ് റിപ്പൺ. വെൽഫെയർ ടീം ഇല്ല. ചാമ്പ്യൻസ് ക്ലബ് റിപ്പൺ. പെട്ടെന്ന് ഓടി ഓടി വരുമോ? ഇത് ചാമ്പ്യൻസ് ചാമ്പ്യൻസ് ക്ലബ്. അതിനുശേഷം വൈറ്റ് ഗാർഡ്. വൈറ്റ് ഗാർഡ് വരുന്നുണ്ടോ? ചാമ്പ്യൻസ് ക്ലബ് റിപ്പൺ. റിപ്പണ്ണാണോ റിപ്പണ്ണാണോ? റിപ്പൺ. വൈറ്റ് ഗാർഡ് ഉണ്ടോ? വൈറ്റ് ഗാർഡ് ഞാൻ അവിടെ കണ്ടിരുന്നല്ലോ. വൈറ്റ് ഗാർഡ് അവരാ. വൈറ്റ് ഗാർഡ് ഗ്രീൻ ഗാർഡ് ആയിട്ടാണല്ലോ വരുന്നത്. നമ്മള് ഈ ദിവസങ്ങളിൽ അത്രയും എല്ലായിടത്തും കണ്ട അതെ, വലിയ കയ്യടിയും കിട്ടുന്നുണ്ട്. വൈറ്റ് ഗാർഡ് നല്ല സ്നേഹമുണ്ട് എല്ലാവർക്കും. താങ്ക് യു. ചാമ്പ്യൻസ് ക്ലബ് റിപ്പൺ കഴിഞ്ഞു. വൈറ്റ് ഗാർഡിന് ശേഷം ആംബുലൻസ് ഡ്രൈവേഴ്സ്. നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് ആംബുലൻസ് ഡ്രൈവേഴ്സ്. വൈറ്റ് ഗാർഡിന് ശേഷം ആംബുലൻസ് ഡ്രൈവേഴ്സ്. വൈറ്റ് ഗാർഡ് ആംബുലൻസ് ഡ്രൈവേഴ്സ്. താങ്ക് യു ജെയിൻ സാർ ആൻഡ് ഹാഷ്മി. താങ്ക് യു. ആംബുലൻസ് ഡ്രൈവേഴ്സ് ഉണ്ടോ? ആംബുലൻസ് ഡ്രൈവർമാരുണ്ടോ ഓഡിറ്റോറിയത്തിൽ? ആരെങ്കിലും അവരുടെ പ്രതിനിധിയായിട്ട് എത്തിയിട്ടുണ്ടോ? അടുത്തത് വാളറ്റ് റെസ്ക്യൂ ടീം. റെസ്ക്യൂ ടീം. റെസ്ക്യൂ ആണോ? വാളറ്റ് റെസ്ക്യൂ ടീം. അതിനുശേഷം യൂണിറ്റ് KNM. യൂണിറ്റ് KNM ഉണ്ടെങ്കിൽ വേദിക്ക് അടിയിലേക്ക് വരിക. വാളറ്റ്. താങ്ക് യു. യൂണിറ്റ് KNM. യൂണിറ്റ് KNM അംഗങ്ങളുണ്ടോ ഈ ഓഡിറ്റോറിയത്തിൽ? ഉണ്ടോ? യൂണിറ്റ് KNMന്റെ പ്രതിനിധികളുണ്ടോ? യൂണിറ്റ് KNM വേഗം വരുമോ? KCYM. യൂണിറ്റ് KM ഉണ്ടോ? KCYM. AKCC അംഗങ്ങളുണ്ടോ? അടുത്തതായിട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. അംഗങ്ങളുണ്ടോ ഇവിടെ ഓഡിറ്റോറിയത്തിലുണ്ടോ? വ്യാപാരി വ്യവസായി അംഗങ്ങളാണോ വരുന്നത്? വ്യാപാരി ഏകോപന സമിതി. ഓടി വാ. തുർക്കി ജീവൻ രക്ഷാ ടീം അംഗങ്ങളുണ്ടോ? ബ്രേവ് എമർജൻസി ടീം ഉണ്ടെങ്കിലും വരണേ. ബ്രേവ് എമർജൻസി ടീം. ഇപ്പൊ വരുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വേഗം വരും. താങ്ക് യു. ഇത് വ്യാപാരി വ്യവസായി. എല്ലാവരും കൂടെ നിന്നോളൂ, എന്നിട്ട് അങ്ങോട്ട് പോവാലോ. അപ്പൊ സാറ് വന്നു അല്ലേ? SKN സാർ വന്നു. പെട്ടെന്ന് വരൂ പ്ലീസ്. അടുത്തതായിട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. താങ്ക് യു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി. താങ്ക് യു SKN. ബ്രേവ് എമർജൻസി ടീം അംഗങ്ങൾ ഈ ഓഡിറ്റോറിയത്തിലുണ്ടോ? ബ്രേവ് എമർജൻസി ടീം. താങ്ക് യു SKN. താങ്ക് യു ഹാഷ്മി, PP ജെയിംസ് സാർ. താങ്ക് യു ഓൾ. ബ്രേവ് എമർജൻസി ടീമാണോ ഇത്? ബ്രേവ്. അടുത്തത് ബ്രേവ് എമർജൻസി ടീമാണ്. നമുക്ക് ഒരുപാട് പേരെ ഇനി വിളിക്കാനുണ്ട് കേട്ടോ. പതുക്കെ അങ്ങോട്ട് പോവാം. അതിലേ ഇറങ്ങാമോ പ്ലീസ്? ബ്രേവ് എമർജൻസി ടീം. ബ്രേവ് എമർജൻസി ടീമാണ് ഇപ്പോൾ വേദിയിൽ. തുർക്കി ജീവൻ രക്ഷാ സമിതി കൽപ്പറ്റയുണ്ടോ? അവർ മേടിച്ചു. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ. അവരാണോ വരുന്നത്? താങ്ക് യു SKN. താങ്ക് യു ഹാഷ്മി, ജെയിംസ് സാർ. താങ്ക് യു. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ. താങ്ക് യു. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ആണ് ഇപ്പോ. അടുത്തതായിട്ട് ആനിമൽ റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആൻഡ് ഒബ്സർവേഷൻ ടീം.
Animal Rescue Protection and Observation Team. കഴിഞ്ഞു. ഹൗസ്ഫുൾ സിനിമ ടാക്കീസ് കലാകുടുംബം. HOFOCITA എന്നാണ്. ഹൗസ്ഫുൾ സിനിമ ടാക്കീസ് കലാകുടുംബം റെസ്ക്യൂ ടീം. താങ്ക് യു. KSU District Committee, Advocate Gautam. KSU District Committee. KSU District Committee, Advocate Gautam. Thank you. KSU District Committee ആണ് അല്ലേ? Thank you. അടുത്തതായിട്ട് നമ്മുടെ മോർച്ചറിയിൽ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ച കുറെ അധികം യുവാക്കളുണ്ട്. അവർക്ക് കൂട്ടായ്മയൊന്നുമില്ല. പല ജില്ലകളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള പ്രതിനിധികളാണ്. അവരാണ് ഇപ്പോൾ വേദിയിലേക്ക് വന്നിട്ടുള്ളത്. നല്ലൊരു കയ്യടി കൊടുക്കുക. അവരെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു അല്ലേ? പ്രത്യേക സംഘടന ബാനറിലല്ല, മനുഷ്യത്വം ഒന്നുകൊണ്ട് മാത്രം മോർച്ചറിയിൽ അഹോരാത്രം പ്രവർത്തിച്ച യുവാക്കളാണ്. എല്ലാവർക്കും സ്നേഹം. താങ്ക് യു. താങ്ക് യു SKN. താങ്ക് യു ഹാഷ്മി. താങ്ക് യു ജെയിംസ് സാർ. ഓരോന്നോ വെൽഫെയർ ടീം വന്നിട്ടുണ്ട് അല്ലേ? വെൽഫെയർ ടീം ഒന്ന് ഫാസ്റ്റ് ആക്കാമോ പ്ലീസ്? നിങ്ങളുടെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരുമോ? പെട്ടെന്ന് വരുമോ? വെൽഫെയർ ടീം നേരത്തെ വിളിച്ചപ്പോൾ അവരെത്തിയിരുന്നില്ല. വരുന്നില്ല? വെൽഫെയർ ടീം പ്ലീസ്. രമേശ്, അവരെ ഒന്ന് കടത്തി വിടോ? വരൂ. Thank you. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.